ലയൺ ന്യൂസ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവർത്തനങ്ങൾ സന്തോഷം തരും. എന്നാൽ പ്രവർത്തന മികവില്ലാതെ ആ സന്തോഷങ്ങൾ നിലനിർത്താനുമാകില്ല. മൾട്ടിപ്പിളിൽ മാത്രമല്ല, ലോക ലയണിസത്തിലും 318Dയെ മുൻനിരയിലെത്തിച്ച മികവിൻ്റെ വെളിച്ചത്തിൽ കേരള മൾട്ടിപ്പിളിൻ്റെ 2025-26 വർഷത്തെ മൾട്ടിപ്പിൾ സെക്രട്ടറിയായി ഡിസ്ട്രിക്ട് 318Dയിലെ ഗവർണർ ജെയിംസ് വളപ്പില തിരഞ്ഞെടുക്കപ്പെട്ടു. 26 വർഷത്തേക്ക് നമ്മുടെ മൾട്ടിപ്പിളിനെ നയിക്കാൻ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സണായിട്ട് രാജൻ നമ്പൂതിരിയെ തിരഞ്ഞെടുത്തായിട്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ സഹായിക്കാൻ വൈസ് ചെയർപേഴ്സണായിട്ട് വെങ്കടാചലത്തിനെയും, അതേപോലെ തന്നെ സെക്രട്ടറിയായി ലൈൻ ജെയിംസ് വളപ്പിലെയും, ട്രഷററായി രാമചന്ദ്രനെയും തിരഞ്ഞെടുത്തതായിട്ട് ഞാനിവിടെ പ്രഖ്യാപിച്ചു. ലയൺസ് മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് 2025-26 വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കൊച്ചി ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്ററിൽ നടന്ന 16ാമത് ലയൺസ് മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് 318 കൺവെൻഷനിൽ 2025-26 വർഷത്തെ മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാനായി രാജൻ നമ്പൂതിരിയും, മൾട്ടിപ്പിൾ സെക്രട്ടറിയായി ജെയിംസ് വളപ്പിലയും, ട്രഷററായി രാമചന്ദ്രനും, വൈസ് ചെയർമാനായി വെങ്കടാചലത്തെയും തെരഞ്ഞെടുത്തു. MCC ടോണി ഏനോക്കാരൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. PID മുരുകൻ, സെക്രട്ടറി ഡോക്ടർ കണ്ണൻ, ട്രഷറർ മാത്യു, GAT ഏരിയ ലീഡർ ലൈൻ വാമനകുമാർ, LCIF ഏരിയ ലൈൻ അമർനാഥ്, പാസ്റ്റ് ഗവർണർമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മികച്ച പ്രകടനങ്ങൾ നടത്തിയ ഡിസ്ട്രിക്ട് ഭാരവാഹികളെ യോഗം ആദരിച്ചു. 16ാമത് കേരള മൾട്ടിപ്പിൾ കൺവെൻഷന് കൊച്ചി ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്റർ സാക്ഷിയായി. 16ാമത് 318 മൾട്ടിപ്പിൾ കൺവെൻഷൻ പ്രൈഡ് കോൺ ശ്രീ ജസ്റ്റിസ് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വളരെ വലിയ സംഭാവനകളാണ് നൽകിയിരിക്കുന്നത് എന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ 6 ലയൺസ് ഡിസ്ട്രിക്റ്റുകളിൽ നിന്ന് 1500ഓളം പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. ലയൺ ഡിസ്ട്രിക്ട് 318Dക്ക് മൾട്ടിപ്പിൾ സ്പോർട്സിൽ ആവേശ വിജയം. അംഗങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മാനസിക ഉല്ലാസത്തിനുമായി നടത്തിയ മീറ്റിൽ കേരളത്തിൽ നിന്നുള്ള 6 ജില്ലകളിലെ ലയൺ ലിയോ അംഗങ്ങൾ പങ്കെടുത്തു. മീറ്റിന്റെ ഭാഗമായുള്ള ഷട്ടിൽ ടൂർണമെന്റ്, ചെസ്, നീന്തൽ, ക്രിക്കറ്റ് തുടങ്ങിയ ഗെയിംസ് മത്സരങ്ങൾ വിവിധ സ്ഥലങ്ങളിലായാണ് നടന്നത്. ഷട്ടിൽ ടൂർണമെന്റിൽ എല്ലാ കാറ്റഗറിയിലും ഏറ്റവും കൂടുതൽ പോയിന്റോടെ 318D ഓവറോൾ ചാമ്പ്യന്മാരായി. അതോടൊപ്പം ലയൺ ലിയോ വിഭാഗത്തിൽ ചെസ് ടൂർണമെന്റിലും നീന്തലിലും വിജയം നേടിയതോടൊപ്പം ക്രിക്കറ്റിൽ 3ാം സ്ഥാനവും നേടി. 6 ജില്ലകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റോടെ മൾട്ടിപ്പിൾ ഓവറോൾ ചാമ്പ്യനാവാൻ 318Dക്ക് കഴിഞ്ഞു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ലയൺസ് ക്ലബിൻ്റെ ആദരവ്. അക്വില ഫിനാൻസും ലയൺസ് ക്ലബ് തൃശൂർ കിങ്സും സംയുക്തമായിട്ടായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. അക്വില ഫിനാൻസും ലയൺസ് ക്ലബ് തൃശൂർ കിങ്സും സംയുക്തമായി വിങ്സ് ഓഫ് വിസ്ഡം 2025 എന്ന പേരിൽ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണവും പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പിലെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അക്വില ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ അധ്യക്ഷത വഹിച്ചു. അക്വില ഫിനാൻസിന്റെ തൃശൂർ അയ്യന്തോളിലെ കോർപ്പറേറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പാസ്റ്റ് ഗവർണർ ഇഗ്നീഷ്യസ്, തൃശൂർ കിങ്സ് ക്ലബ് പ്രസിഡന്റ് ശ്രീനിവാസൻ, ട്രഷറർ ഷാജി, മറ്റംഗങ്ങൾ, അക്വില ഫിനാൻസ് ഭാരവാഹികൾ, പുരസ്കാരാർഹരായ കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു. മാനവ സേവന രംഗത്ത് 41 പേർ കൂടി. 318Dയിൽ 2024-25 വർഷത്തെ 13ാമത് ക്ലബ്ബായ തൃശൂർ ആംഗ്ലോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. മെമ്പർഷിപ്പിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന 318Dയിൽ ഒരു പുതിയ ക്ലബ്ബ് ഉദയം ചെയ്തു. തൃശൂർ നോർത്ത് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത തൃശൂർ ആംഗ്ലോ ക്ലബ്ബ് DG ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. മെമ്പർഷിപ്പിൽ ഇന്ന് 318D ഇന്ത്യയിൽ തന്നെ 4ാം സ്ഥാനത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. MCC ടോണി ഏനോക്കാരൻ മുഖ്യപ്രഭാഷണവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ DG ഇലക്ട് ജയകൃഷ്ണനും, ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ BDG സുരേഷ് വാര്യരും, സർവീസ് പ്രൊജക്ട് ഉദ്ഘാടനം BDG ഇലക്ട് KM അഷ്റഫും നിർവഹിച്ചു. യൂത്ത് എംപവർമെന്റ് പോസ്റ്റർ പ്രകാശനം PDG ഇഗ്നേഷ്യസും നിർവഹിച്ചു. പുതിയ ക്ലബ് അംഗങ്ങളും മറ്റ് വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു. സോൺ ചെയർമാൻ എഡിസന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ക്ലബ്ബ് രൂപീകരണം. യുവാക്കൾ നന്മയ്ക്കായി ഒരു ചലനാത്മക ശക്തിയാണ്. ലയണിസത്തിൻ്റെ സഹായത്തോടെ യുവാക്കളിൽ സേവനം പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി തൃശൂർ ആംഗ്ലോ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഇസ്ക്ര എന്ന പേരിൽ യൂത്ത് എംപവർമെൻറ്റ് ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തി.
100ഓളം വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുത്തു. DG ജെയിംസ് വളപ്പില പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സേവന രംഗത്ത് യുവാക്കളുടെയും കുട്ടികളുടെയും സാന്നിധ്യം പുതിയ ലോകത്തിന്റെ ആവശ്യമാണെന്നും അതിനായുള്ള പ്രോഗ്രാമുകൾ ഇനിയും സംഘടിപ്പിക്കുമെന്നും ജെയിംസ് വളപ്പില പറഞ്ഞു. കോർപ്പറേറ്റ് ട്രെയിനർ കൂടിയായ സെറ്റ്സി എഡിസിന്റെ നേതൃത്വത്തിലായിരുന്നു ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. യൂത്ത് എംപവർമെന്റ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജോസ് മുത്തേടനാണ് പരിപാടിക്ക് മുൻകൈയെടുത്തത്.